സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ പിള്ളേർ ഭയങ്കര എന്താ ഒരു പൊത്തി പൊത്തി അമ്മയും അച്ഛനൊക്കെ ഇങ്ങനെ വളർത്തും. എന്നിട്ട് ഒരു 11th 12th ഒക്കെ കഴിയുമ്പോൾ പതുക്കെ നല്ല പോലെ മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് അച്ഛനും അമ്മയും വിശ്വസിച്ച് ഇവരെ പല പല സ്ഥലങ്ങളിലേക്ക് പഠിക്കാൻ വിടും. അപ്പൊ ഈ പുറത്തു പോയി പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഇവരുടെ ലൈഫില് ഫ്രീഡം എന്നുള്ളൊരു സാധനം ഇവർ എക്സ്പീരിയൻസ് ചെയ്യണം. വീട്ടിൽ വന്നോന്ന് ചോദിക്കാൻ ആളില്ല. ഇനിയിപ്പോ ചോദിച്ചാൽ തന്നെ വീട്ടിലല്ലെങ്കിൽ അമ്മയെടുത്ത് ആ വീടത്തെ അമ്മേ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആര് ചോദിക്കാൻ പോകുന്നു? ആരാ അന്വേഷിക്കാൻ പോകുന്നത്? നിങ്ങൾ കഴിച്ചോ? നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങുന്നത്? നിങ്ങൾ പഠിക്കുന്നുണ്ടോ? ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ബങ്ക് ചെയ്യുന്നുണ്ടോ? എങ്ങനത്തെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് നടക്കുന്നത്? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഇതെല്ലാം നിങ്ങൾ എഫക്ട് ചെയ്യുമ്പോൾ അതിനെയാണ് നെഗറ്റീവായിട്ട് നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ ചേരാനായിട്ട് ചെയ്യുമ്പോൾ അതിന്റെ പേരാണ് പിയർ പ്രഷർ. നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ ആ പേഴ്സണാലിറ്റിയിൽ നിങ്ങൾ ഉറച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നോ ബഡി ക്യാൻ എഫക്ട് യു. ഒരു 5 പേരുള്ള ഗ്രൂപ്പിൽ നിങ്ങൾ കയറുകയാണെങ്കിൽ, നിങ്ങളൊരു സ്മാർട്ട് പയ്യനാണെങ്കിൽ എനിക്കിത് വേണ്ട ബ്രോ, ഞാൻ തൊടാറില്ല, കണ്ണിൽ നോക്കി പറയണം. ചിലർ ഫോഴ്സിങ് ഒരു സിപ്പ് അടിക്കടാന്ന് പറയും. ഒരു സിപ്പിലാണ് എല്ലാം തുടങ്ങുന്നത്. ഒരു സിപ്പല്ലേ, ആ സിപ്പാണ് പാടില്ലാത്തത്. അപ്പൊ നിങ്ങൾ കണ്ണി നോക്കി പറയണം, ബ്രോ എന്റെ അമ്മയ്ക്ക് അച്ഛനും കൊടുത്ത വാക്കാണ് ബ്രോ, ഐ കാൺ. ഫ്രണ്ട്ഷിപ്പൊക്കെ വേറെ, എന്റെ ഫാമിലി കംസ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ റെസ്പെക്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം, പക്ഷെ ഇത് ചെയ്താലേ നിങ്ങളുടെ ഫ്രണ്ട് ആവാൻ എനിക്ക് പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പ് വേണ്ട ബ്രോ, സോറി. ഞാൻ നാളെ തൊട്ട് ഈ ഗ്രൂപ്പിൽ ഞാൻ വരുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഞാൻ നോക്കിക്കോളാം. ഐ കെയിം ഹിയർ ടു സ്റ്റഡി. ഒത്തിരി കേൾക്കുന്നവർക്ക് പോലും